വെറുതെ എല്ലാവർക്കുമായി മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഏറ്റവും മികച്ച ഉപഭോക്താവിനോട് നേരിട്ട് എങ്ങനെ സംസാരിക്കാമെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് എല്ലാവർക്കും വേണ്ടിയുള്ളതാണോ? നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു സാധാരണ കെണിയിൽ വീണിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇതിനെയാണ് എല്ലാവർക്കുമുള്ള കെണി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ആർക്കും പ്രത്യേകിച്ച് കൊള്ളുന്നില്ല, കാരണം അത് ആരെയും ലക്ഷ്യം വെക്കുന്നില്ല. അതുകൊണ്ടുതന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ആളുകൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ പോകുന്നു. പക്ഷെ പേടിക്കേണ്ട, ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ ശക്തമായ ഒരു വഴിയുണ്ട്. അതാണ് കസ്റ്റമർ സെഗ്മെന്റേഷൻ, അതായത് ഉപഭോക്താക്കളെ തരം തിരിക്കുക എന്നത്. ഇത് ആളുകളെ ഒഴിവാക്കുന്നതിനെക്കുറിച്ചല്ല കേട്ടോ, അല്ലേയല്ല. മറിച്ച് നിങ്ങളുടെ എഫേർട്ട് എവിടെ ഏറ്റവും കൂടുതൽ ഫലം തരുമോ അവിടെ ഫോക്കസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഐഡിയൽ കസ്റ്റമർ ആരാണെന്ന് കൃത്യമായി വരച്ചെടുക്കുന്ന ഒരു കസ്റ്റമർ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ. ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാൻ നമ്മൾ വെറുതെ ഊഹിക്കുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഉപഭോക്താവിനെക്കുറിച്ചുള്ള 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ്. ഇവയാണ് ആ 4 തൂണുകൾ. 1. ഡെമോഗ്രാഫിക്സ്, അതായത് നിങ്ങളുടെ കസ്റ്റമർ ആരാണ്. 2. ജിയോഗ്രാഫിക്സ്, അവർ എവിടെയാണ്. 3. സൈക്കോഗ്രാഫിക്സ്, അവർ എന്തുകൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങുന്നു. 4. ബിഹേവിയറൽസ്, അതായത് അവർ എങ്ങനെ പെരുമാറുന്നു. നിങ്ങൾ ഈ വിവരങ്ങൾ ശേഖരിച്ചു കഴിയുമ്പോൾ അതിനെ ഇതുപോലെയൊരു ടേബിളിൽ ഒതുക്കാം. ഉദാഹരണത്തിന്, അർബൻ ടെക് എന്തൂസിയാസ്റ്റ് എന്നൊരു വിഭാഗത്തെ നോക്കൂ. ഇവർ ഏകദേശം എത്ര പേരുണ്ടാകും? അവരിൽ നിന്ന് എത്ര വരുമാനം പ്രതീക്ഷിക്കാം? നമ്മൾ അവർക്ക് എത്രത്തോളം മുൻഗണന കൊടുക്കണം എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാകും. ശരി, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ബ്ലൂ പ്രിന്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ അവർക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാക്കി മാറ്റുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ കസ്റ്റമറുടെ ആവശ്യവും നിങ്ങളുടെ പ്രോഡക്റ്റ് നൽകുന്ന ഗുണവും തമ്മിൽ ഒരു നേർരേഖയിൽ കൊണ്ടുവരണം. അവരുടെ പ്രശ്നം എന്താണോ അതിനുള്ള പരിഹാരമാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് അവർക്ക് തോന്നണം. കണ്ടോ, അവരുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ഫീച്ചറുകളും തമ്മിലിങ്ങനെ ചേർന്ന് നിൽക്കണം. ഇതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാരാണെന്നറിയാം, അവർക്ക് എന്തു വേണമെന്നറിയാം. ഇനി അടുത്ത സ്റ്റെപ്പ്, അവരോട് എങ്ങനെ സംസാരിക്കണം. ഇതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത് ടോൺ. നിങ്ങളുടെ സംസാര രീതി എങ്ങനെയായിരിക്കണം? കാഷ്വലാണോ അതോ ഫോർമലാണോ? രണ്ടാമത്തേത് ചാനൽ. അവർ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത്? യൂട്യൂബിലാണോ ഇൻസ്റ്റഗ്രാമിലാണോ? മൂന്നാമത്തേത് അവർ ആരെയാണ് വിശ്വസിക്കുന്നത്, ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഈ 3 കാര്യങ്ങൾ ശരിയായാൽ നിങ്ങളുടെ മെസ്സേജ് അവർ കേട്ടിരിക്കും, ഉറപ്പ്. അപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റൊക്കെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. ഇനി നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങളുടെ ബിസിനസ് നിർമ്മിക്കാൻ പോകുന്നത്.